പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുകയാണ്. തെല്ലും അയവില്ലാതെ തന്നെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയുമാണ്. ഇത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഒന്നായി മാറുമ്പോൾ വീണ്ടും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന്റെ കമാൻഡ് സെന്ററായ ബ്രിഡ്ജിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി തന്നെ ഇപ്പോൾ UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാൻ ആക്രമണം കൂടുതൽ ഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം വെച്ചാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ സായുധ ബോട്ട് ആ ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എല്ലാം തന്നെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു ആക്രമണത്തെ തുടർന്നുകൊണ്ട് തീപിടുത്തമോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അത് പിൻവലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നതും. അതേപോലെ തന്നെ മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകളെ അതിനുള്ളിൽ വെച്ച് തന്നെ ഇറാൻ സൈന്യം തടയുകയും വെടിയുതിർക്കുകയുമാണ് ചെയ്തത്. നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ ഇറാൻ സ്ഥാനപതിയെ അവിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. സമുദ്ര വ്യാപാര പാതകളിൽ ഇറാൻ നിയന്ത്രണം ഘടിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയും ആഗോള എണ്ണ വിപണിയെയും വലിയ തോതിൽ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ കൂടുതലായി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പുതിയ സൈനിക നീക്കത്തെയും ഉടനടി തന്നെ അവിടെ ശക്തമായ മറുപടി നൽകാൻ സായുധ സേന സജ്ജമാണ് എന്നതാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അടക്കമുള്ള തന്ത്രപ്രധാനമായ സൈനിക മേഖലകളിൽ ഇറാന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുവദിക്കില്ല എന്നും അതേസമയം കഴിഞ്ഞ ദിവസം താൽക്കാലികമായി തന്നെ തുറന്നുകൊടുത്ത ഹോർമൂസ് കടലിടുക്ക് US ഉപരോധം പിൻവലിക്കാത്തതിനെ തുടർന്നുകൊണ്ട് അവിടെ ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാൻ വീണ്ടും കൊട്ടിയടയ്ക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.